ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ 3 സിനിമകളുടെ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടി നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത മെഗാ ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ടർബോ. ചിത്രം വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി കമ്പനിയുടെ സിനിമ കൂടിയാണല്ലോ. ഇപ്പോഴത്തെ വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ടർബോ എന്ന സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിലെ ഷാർജയിൽ ഒരു സക്സസ് സെലിബ്രേഷൻ എല്ലാം തന്നെ നേരത്തെ പ്ലാൻ ചെയ്തതാണല്ലോ. പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഷാർജയിൽ നടക്കേണ്ടിയിരുന്ന സിനിമയുടെ വിജയാഘോഷം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ പുതുക്കിയ തീയതി വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ വരുന്ന ജൂൺ 18-ാം തീയതി UAE സമയം വൈകിട്ട് 6 മണിക്ക് ഷാർജ സെൻട്രൽ മാളിൽ വെച്ച് ബ്ലോക്ക് ബസ്റ്റർ ടർബോയുടെ സക്സസ് സെലിബ്രേഷൻ നടക്കുമെന്നാണ് ഇപ്പോഴത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഷാർജയിലാണ് സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ നടക്കുക. മമ്മൂട്ടി കൂടി ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ ടർബോയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഗർ. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കൃത്യമായ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. സുരാജും ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബനും കൂടാതെ ഒരു സിംഹം കൂടി പ്രധാന റോളിലെത്തിയ സിനിമയാണല്ലോ ഗർ എന്ന കോമഡി എന്റർടൈനർ സിനിമ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിച്ചതുപോലെ 60 ലക്ഷം കടന്നിരിക്കുകയാണ്. 63 ലക്ഷമാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ. ഒരു ആവറേജ് ഓക്കെ ഡീസന്റ് ഓപ്പണിംഗ് മാത്രമേ സിനിമ നേടിയെടുത്തിട്ടുള്ളൂ. അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ഷെയർ എന്ന് പറയുന്നത് 27,50,000 മുകളിലാണ്. എസ്ര സിനിമയുടെ സംവിധായകൻ സംവിധാനം ചെയ്ത അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയിലടക്കം ചിത്രീകരിച്ച ഓഗസ്റ്റ് സിനിമാസ് നിർമ്മിച്ച സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായ വേൾഡ് വൈഡ് ഫിഗേഴ്സ് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ സിനിമ ആദ്യ ദിവസം മോശമല്ലാത്ത കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ഇന്നത്തെ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട. വിജയ് സേതുപതി നായകനെത്തിയ എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ മഹാരാജ. ഒരു ക്രൈം ത്രില്ലർ സിനിമയായിട്ട് വിജയുടെ 50ാമത്തെ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 3,50,00,000 ഇന്ത്യയിൽ നിന്ന് മാത്രം 5 കോടിയിലേറെയും ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് വൈഡ് ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. എങ്ങനെ നോക്കിയാലും സിനിമ മികച്ചൊരു ഓപ്പണിംഗ് നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ മികച്ച അഭിപ്രായങ്ങൾ സിനിമയ്ക്ക് 2ാം ദിവസം തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും വേറെ ലെവൽ ബുക്കിങ്ങിലേക്ക് ബുക്കിങ്ങിലേക്ക് കടത്തിവിടാനായിട്ട് സഹായിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം കേരളത്തിൽ സിനിമയ്ക്ക് 5 ലക്ഷത്തിൽ താഴെയാണ് കളക്ഷൻ എങ്കിൽ 2ാം ദിവസത്തെ കളക്ഷൻ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. കാത്തിരിക്കൂ സിനിമയുടെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.